ഹായ് മുത്തുമണികളെ, ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ രാവിലത്തെ ചായക്ക് ഞാൻ ഉണ്ടാക്കിയ കടിയാണിത് കേട്ടോ, അപ്പം. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പമല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് കോറപ്പൊടി വേണം, പിന്നെ ഒരു ക്യാരറ്റ്, കോഴിമുട്ട, തേങ്ങ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇന്ന് എൻ്റെ രാവിലത്തെ അപ്പത്തിൽ ഞാൻ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെയൊക്കെ ലൈക്കും സപ്പോർട്ടും കാരണമാണ് ഞാനൊരു ഈ രീതിയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവി നമ്മളെ ക്യാരറ്റും തേങ്ങയും റെഡി ആയിട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കോറപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു പാത്രം എടുത്തിട്ട് തേങ്ങയും ക്യാരറ്റും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് കൊടുക്കാം. കോഴിമുട്ട വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ കൂട്ടിയെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കട്ടി കുറഞ്ഞ അപ്പമാണ് കേട്ടോ ഞാൻ ചുട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാവും കട്ടി പറ്റൂല, ലൂസിൽ തന്നെ വേണം. ഒരു മീഡിയം ലൂസിൽ മാവാക്കിയിട്ട് വേണം നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് എടുത്തിട്ടുള്ളത്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊന്നുമല്ല ഈ ഒരു അപ്പം ചുടുന്നത് കേട്ടോ. നമ്മളെ ഇന്ത്യാലി ചട്ടി, ഇരുമ്പ് ചട്ടി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ചട്ടിയിലാണ്. അപ്പോൾ ഞാൻ ഈ അപ്പം അരിമാവ് കൊണ്ടുള്ള അപ്പമാണെങ്കിലും ഈ ഒരു ചട്ടിയിലാണ് ചുടുക. ദോശ, നെയ്റോസ്റ്റ്, മസാല ദോശ അതൊക്കെയാണെങ്കിൽ ഞാൻ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ചുടുക. ഇത് ചെറിയതല്ലേ, അത് കാരണം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ അപ്പം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറിച്ചിടണം കേട്ടോ. മറിച്ചിട്ടിട്ട് ആ രണ്ട് പുറവും വേവിച്ചിട്ട് വേണം നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ മാവ് ഫുള്ള് അപ്പം ചുട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.